സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു. ഇനി ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യം അവിടെ അനിവാര്യമാണ്. വലിയ പ്രതീക്ഷയിൽ വലിയ ആശങ്കയിലാണ് ഈ ഒരു ആളൊഴുക്ക് ഇവിടെയൊക്കെ ഈ സ്ഥാനാർത്ഥിമാരുടെയും ഏജന്റുമാരുടെയും ഒക്കെ ഒഴുക്ക്. പലതും സ്ഥാനാർത്ഥികളുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഏജന്റുമാരുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി കണക്കുകൂട്ടലുകളൊക്കെ നടത്തി ഈ കണക്കൊക്കെ എവിടെ എത്തുമെന്ന കാര്യമാണ് അറിയേണ്ടത്. ബൂത്തുകളിലെ ഇന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചുള്ള കണക്കുകൂട്ടലുകളുമായാണ് ഇവർ അകത്തേക്ക് പോകുന്നത്. അത് എത്രത്തോളം ഫലം കാണും, കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോകുമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമാണ്. വിമതന്മാരുണ്ട്, അപരന്മാരുണ്ട്. അപരന്മാരുടെ സാന്നിധ്യം എത്രത്തോളം വെല്ലുവിളി ഉയർത്തും? വിമതന്മാർ ഏതൊക്കെ തരത്തിൽ? CPM-ന് പോലും വലിയ വിമത ഭീഷണി നേരിട്ട ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഏജന്റുമാർ കയറി വരികയാണ്, ഈ കൌണ്ടിംഗ് ഏജന്റുമാർ കയറി വരികയാണ്. അവർക്കൊപ്പം ചില സ്ഥാനാർത്ഥികളും ഒക്കെയുണ്ട്. ഏതായാലും ഈ വിമതന്മാരുടെ ശല്യം, അപരന്മാരുടെ ശല്യം അതൊക്കെ മറികടന്ന് വേണം സ്ഥാനാർത്ഥികൾക്ക് വരാൻ. അതൊക്കെ മറികടന്ന് വേണം ഇടതുമുന്നണിക്ക് നഗരഭരണം നിലനിർത്താൻ. പതിറ്റാണ്ടുകളായി കൈവശം വയ്ക്കുന്ന, അടക്കി ഭരിക്കുന്ന നഗരഭരണം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് ഏറ്റവും അനിവാര്യമാണ്. ഇത്തവണ ഈ ജയിച്ചേ മതിയാകുന്ന അവസ്ഥയുണ്ട്. BJP ഇനി ഇപ്പോഴില്ലെങ്കിൽ ഇനി എന്ന് എന്ന ചോദ്യമാണ് BJP ക്യാമ്പിലുള്ളത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി അദ്ദേഹം പറയുന്നത് നഗരഭരണം പിടിക്കുകയാണ്. അദ്ദേഹത്തിന് അടുത്തവണ വട്ടൂർ നേമത്ത് മത്സരിച്ച് വിജയിച്ചു വരണമെങ്കിൽ നഗരഭരണം ഉറപ്പിക്കണം. നേമത്ത് നിന്ന് ഭൂരിപക്ഷം വാർഡുകൾ ജയിച്ചു വരണം. BJPക്ക് അതുകൊണ്ട് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന് അടുത്ത തവണ കെ മുരളീധരൻ ഒരു ലിറ്റ്മസ് ടെസ്റ്റായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വട്ടൂർക്കാവിൽ കെ മുരളീധരൻ ജില്ല മുഴുവൻ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ വട്ടൂർക്കാവ് കെ മുരളീധരൻ പ്രത്യേകം ഒരു ശ്രദ്ധാകേന്ദ്രമായി കാണുന്നു. അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന, തയ്യാറെടുക്കുന്ന മണ്ഡലമാണ്. അവിടെ ഒരു വിജയം ഇത്തവണ കോൺഗ്രസ് ഉണ്ടായാലും ഒരുപക്ഷെ മുരളീധരൻ ഇവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മത്സര കേന്ദ്രം മാറ്റുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അങ്ങനെ മുരളീധരൻ വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന് ഈ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടാക്കിയ വലിയൊരു ആധിപത്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അത് തുടർന്നേ മതിയാകും. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും അതിനിർണായകമാണ്. വോട്ടുകളൊക്കെ പെട്ടിയിലായി കഴിഞ്ഞു. ആ വോട്ടുകൾ ഇനി എണ്ണി തുടങ്ങുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോവുക, ആർക്കനുകൂലമാകും തലസ്ഥാനം ചിന്തിക്കുക? BJP-യുടെ സ്വപ്നം, പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന BJP മേയർ എന്ന സ്വപ്നം ഇത്തവണയെങ്കിലും സഫലമാക്കാനാകുമോ? BJP-യുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. 40 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്തിന്റെ നഗര വികസന പദ്ധതികൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുമെന്ന വലിയ ആത്മവിശ്വാസം കലർന്ന അവകാശവാദമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം സത്യമാകും, എത്രത്തോളം അത് പാലിക്കാൻ BJP കഴിയുമെന്ന് കണ്ടറിയണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റു നേതാക്കളും വരുമ്പോൾ സ്വീകരിക്കാൻ CPM-ന് മേയർ എത്തവണ ഉണ്ടാകുമോ? അതാരാണെങ്കിൽ അങ്ങനെ അറിയണം. കോൺഗ്രസ് ശബരിനാഥൻ എന്ന യുവ നേതാവിന്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് കവടിയാറിൽ ശബരി നേരിടുന്നതും വലിയ മത്സരമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ ശബരിനാഥൻ വലിയ മുന്നേറ്റം കവടിയാർ വാർഡിൽ നടത്തിയിരുന്നു. പക്ഷേ CPM-ന്റെയും BJP-യുടെയും ഒക്കെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ആ ഒരു ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്ക് തടയപ്പെട്ടു. അവിടെ അതിശക്തമായ പോരാട്ടം ശബരിനാഥനും നേരിടേണ്ടി വന്നു എന്നതിലുള്ള വിവരങ്ങളാണ് അവസാന മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുന്നത്. പക്ഷേ ഇനി പ്രവചനങ്ങൾക്കും ഈ കണക്കൂട്ടലുകൾക്കൊന്നും അർത്ഥമില്ല. 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 9:09 തന്നെ തലസ്ഥാനത്തിന്റെ കാറ്റ് എങ്ങോട്ടാണ്? ഒരേ സമയത്ത് തന്നെയാണല്ലോ അല്ലേ അരുൺ? ഒരേ സമയത്ത് തന്നെ ഈ 100 വാർഡുകളിലെയും, ഒരു വാർഡിൽ വോട്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ, 100 വാർഡുകളിലെയും വോട്ടെണ്ണൽ ഒരേ സമയത്ത് തന്നെയാണല്ലോ അല്ലെ? എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒരേ സമയത്ത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ROക്ക് കീഴിൽ ഇത്രയും വാർഡ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അത്രയും വാർഡുകൾ വോട്ട് എണ്ണും. അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സമാന്തരമായി മറ്റു വാർഡുകളിലേക്കും എണ്ണിപ്പോകും. അതുകൊണ്ട് തന്നെ അധികം മാറ്റമുണ്ടാകില്ല. ഈ വാർഡുകളുടെ ക്രമ നമ്പറുണ്ട്. ആ ക്രമ നമ്പർ അനുസരിച്ചാണ് വോട്ടുകൾ എണ്ണി തുടങ്ങുക, എണ്ണിപ്പോവുക. ആ ക്രമ നമ്പറുകളുടെ അടിസ്ഥാനത്തിലാകും വാർഡുകൾ എണ്ണുക. അതായത് 1 മുതൽ 26 വരെ വാർഡുകൾ ആദ്യത്തെ ROയുടെ കീഴിലെങ്കിൽ അവിടുത്തെ വാർഡുകൾ ആ കൌണ്ടിംഗ് സെന്റർ എണ്ണിപ്പോകും. തൊട്ട് 27 മുതൽ അടുത്ത കൌണ്ടിംഗ് സെന്റർ എണ്ണിപ്പോകും. ഏറെ വലിയ വ്യത്യാസം, സമയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. എല്ലായിടത്തും ഏതാണ്ട് ഒരു 10-10:30 ഫലം പുറത്തു വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിലകം തലസ്ഥാനം എന്നാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പറഞ്ഞത്. ആ തിലകത്തിന്റെ നിറം എന്താണെന്ന് ഇനി അറിയണം. ഏതായാലും അത് BJP-യുടെ കുങ്കുമവർണ്ണമാകുമോ, അല്ലെങ്കിൽ പതിറ്റാണ്ടുള്ളതുപോലെ CPM-ന്റെ ചുവന്ന നിറമാകുമോ ആ തിലകത്തിന് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസും വലിയൊരു അട്ടിമറിയിലൂടെ മാത്രം, വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രം കോൺഗ്രസിലെ ഈ 51 എന്ന മാജിക് സംഖ്യയിലേക്ക് എത്താം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന 40-ലേറെ സീറ്റുകളിലേക്ക് എത്താം. അത്ര എളുപ്പമെന്ന് ഇപ്പോൾ നമുക്ക് ആ രീതിയിൽ കരുതാനാകില്ല. ഏതായാലും പക്ഷേ എല്ലാ പാർട്ടികളും വലിയ ആത്മവിശ്വാസം തന്നെയാണ്, അതേസമയം ആശങ്കയിലുമാണ് മഞ്ജുഷ.
ഏതായാലും ആദ്യ മിനിറ്റുകളിൽ ശ്രദ്ധ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാം സജിത്ത്. കാരണം അതായിരിക്കും ആവേശകരമായ ഒരു മത്സരം. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് സ്ഥലമെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിനാൽ തന്നെ ആദ്യ മിനിറ്റുകളിൽ, ആദ്യ മണിക്കൂറുകളിൽ ശ്രദ്ധാകേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷനായി മാറുന്നതിന്റെ കാരണമാണ് വി അരുൺ വിശദീകരിച്ചത്. അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം കേന്ദ്രീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. മിക്ക നേതാക്കളും ഇവിടെ ഒരു തവണയെങ്കിലും പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. അരുൺ പറയുന്നതനുസരിച്ച് ആദ്യം എണ്ണി തുടങ്ങുന്ന ഇടത്തുനിന്ന് ഒരു ട്രെൻഡ് അങ്ങനെ പറയേണ്ടതില്ല, ഒരേ സമയത്ത് തന്നെയാണ്. കാരണം 25 വെച്ചിട്ട് 4 കേന്ദ്രങ്ങളിലാണ്, 4 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ തന്നെയുള്ള 4 സ്ഥലങ്ങളിലായിട്ടാണ് ഇങ്ങനെ വോട്ടെണ്ണുന്നത്. അതിനാൽ തന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന മുന്നണി ലീഡ് ചെയ്യുന്നു, അതുകൊണ്ട് ട്രെൻഡ് അങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നും പറയാൻ നമ്മൾ സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേക്ഷകരെ അറിയിക്കാറുള്ളത് ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ കൗണ്ട് ചെയ്യുമ്പോൾ ഏത് ബൂത്തുകൾ ആദ്യം ആർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ, അപ്പോൾ അങ്ങനെ വിലയിരുത്താറുണ്ട്. ഇത്തവണ അതില്ല. 4 തുറക്കുമ്പോൾ തന്നെ ഫലം വന്നു തുടങ്ങും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിനാൽ തന്നെ ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ള കാര്യം അറിയാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതേപോലെ തന്നെയാണ് തൃശ്ശൂരും ഇതേ രീതിയിൽ തന്നെയുള്ള ട്രെൻഡായിരിക്കും. പക്ഷേ അതൊരു അമിത പ്രതീക്ഷയാണോ BJPക്ക് എന്നുള്ളതാണ് തൃശ്ശൂരിലെ കാര്യമെങ്കിൽ. തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് BJPക്ക് എന്നുള്ളതാണ്. ശരി, എന്തായാലും സമയം 7:34 കഴിയുന്നു. ഇനി ചുരുങ്ങിയ സമയത്തെ കാത്തിരിപ്പ് മാത്രം. 8 മണിക്ക് കൃത്യം കൗണ്ടിംഗ് ആരംഭിക്കും. 8:05, 8:10 തന്നെ ആദ്യ ഫലങ്ങൾ വരും. തൊട്ട് പിന്നാലെ തന്നെ മറ്റു ഫലങ്ങളും ഉണ്ടാവും. എന്തായാലും ജില്ലാ പഞ്ചായത്ത് ഫലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് അല്പസമയം കാത്തിരിക്കേണ്ടി വരിക. ബാക്കി എല്ലാ ഫലങ്ങൾ വേഗത്തിൽ ന്യൂസ് 8ന്റെ സ്ക്രീനിലേക്ക് വരും. ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ലീഡിംഗ് നിലയനക്കം അനുസരിച്ചാണ് പ്രേക്ഷകരിലേക്ക് വരിക. അതായത് അന്തിമ ചിത്രമാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലീഡിംഗ് പൊസിഷൻ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഓരോ ജില്ലകളുടെയും ഈ കാണുന്ന രീതിയിൽ തന്നെ ആ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 28 ഡിവിഷനുകളാണ് ഉള്ളത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഓരോ ഡിവിഷനിലെ ഫലം വരുമ്പോൾ തന്നെ UDF ആണോ LDF ആണോ അവിടെ ലീഡ് ചെയ്യുന്നത് എന്നറിയാൻ കഴിയും. അതായത് 28-ൽ ഇത്ര സീറ്റുകൾ LDFന്, ഇത്ര സീറ്റുകൾ UDFന്. അതും ജില്ലാ പഞ്ചായത്തിലെ ആയിരിക്കും ഏറ്റവും ഒടുവിൽ വരിക അല്ലേ? മുനിസിപ്പാലിറ്റികളിൽ അങ്ങനെയല്ല. പല നഗരസഭകളും വളരെയധികം ശ്രദ്ധിക്കേണ്ട നഗരസഭകളാണ്. എടുത്തു പറയേണ്ട ഒന്നാണ് കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭ. അവിടെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സഹായം കൊണ്ട് ഭരണം നേടാൻ കഴിഞ്ഞ LDFന് ഇത്തവണ അവിടെ അത് സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മഞ്ജുഷ, ഞാൻ ഇന്നലെ വൈകിട്ട് കണ്ട ഒരു പോസ്റ്റ് അനുസരിച്ച് അവിടെ UDFൽ പാലായിൽ ചില തർക്കങ്ങൾ ആരംഭിച്ചു എന്നതാണ്. മാണി സി കാപ്പനെതിരെ അവിടെ ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് എന്നതാണ്. നമുക്കറിയാം മാണി സി കാപ്പനെ അവിടെ കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തിരുന്നതാണ്. പക്ഷേ അവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ചില നീക്കങ്ങൾ നടത്തി. അത് കോൺഗ്രസിനെ മറികടന്നുകൊണ്ടുള്ള നീക്കമാണ്. അതിനെതിരെയൊക്കെ അത്തരം ചില ആലോചനകളും നീക്കങ്ങളും തർക്കങ്ങളും ഉണ്ട്. എന്തായാലും അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് നഗരസഭയിൽ ആര് പിടിച്ചു, ആര് വിജയിച്ചു എന്നത് അടിസ്ഥാനമാക്കി തന്നെ വരും. മഞ്ജുഷ, ഈ സംസ്ഥാനത്തിന്റെ പൊതു ട്രെൻഡ് എന്തായാലും, അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പൊതു ട്രെൻഡ് വ്യക്തമാവണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഫലം തന്നെ അല്ലേ? അത് ജില്ലാ പഞ്ചായത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ കൊല്ലത്ത് 27 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത്. കൊല്ലം വളരെ അനായാസകരമായിട്ട് നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ LDFനുണ്ട്. പക്ഷേ അവിടെ കുറച്ചെങ്കിലും സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ അത് നേട്ടമായിട്ട് UDFും കണക്കാക്കുന്നു. പത്തനംതിട്ട ഒരു പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്താണ്. ആകെയുള്ളത് 17 ഡിവിഷനുകളാണ്. പക്ഷേ പത്തനംതിട്ടയിൽ ഒരു തിരിച്ചുവരവിന് UDFന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റ പരാജയം മറച്ചു വയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് മധ്യ കേരളത്തിലെ പല ജില്ലാ പഞ്ചായത്തുകളിലും UDF ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2026-ൽ LDFനെ മറികടന്ന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ UDFന് കഴിയുമോ എന്ന് അറിയുന്നതിന്റെ ലിറ്റ്മസ് ടെസ്റ്റായി മാറുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യ കേരളത്തിലെ ജില്ലകളാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്ത് UDFന്റെ ശക്തി കേന്ദ്രമാണ്. ഇടുക്കിയിലെ പരമ്പരാഗത കോട്ടകൾ തകർത്തുകൊണ്ടാണ്, UDFന്റെ കോട്ടകൾ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ LDF അധികാരത്തിലേക്ക് വന്നത്. അവിടെ ഇത്തവണ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. തെക്കൻ കേരളത്തിൽ പൊതുവെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ജില്ലാ പഞ്ചായത്തുകൾ. അവിടെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, UDFന്